വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഒന്ന്, ഞാനൊരു ഏത്തിസ്റ്റാണ്. എനിക്ക് ഒരു തരത്തിലുള്ള ദൈവത്തിലും ഒരു രീതിയിലുള്ള വിശ്വാസമില്ല. ഞാൻ ജനിച്ചതൊരു ഹിന്ദു ആയിട്ടാണ്. പക്ഷേ എനിക്ക് ഹിന്ദുത്വത്തിനോട് ഒരു സോഫ്റ്റ് കോർണറോ ഒരു വിശ്വാസമോ ഒരു താല്പര്യവും ഇല്ല. അതുപോലെ തന്നെ മറ്റ് മതങ്ങൾ, ക്രിസ്ത്യാനിറ്റി ആവട്ടെ ഇസ്ലാം ആവട്ടെ, എനിക്കൊരു വിശ്വാസവും ഇല്ല. ഇന്നത്തെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി എന്തുകൊണ്ട് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു എന്നതിനെപ്പറ്റി ചില പോയിൻറ്റ്സ് പറയാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ പോയിൻറ്റ്സ് ഞാൻ പറയുന്നതിൽ ഇത്തിരി ഹാർഷ് ആവുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ കളിയാക്കാനോ ഒഫൻഡ് ചെയ്യാനോ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ദൈവമില്ല എന്നതിനെപ്പറ്റി ചില വാലിഡ് പോയിൻറ്റ്സ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വാലിഡ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നമുക്കൊരു ഹെൽത്തി ഡിസ്കഷനാണ്. പക്ഷേ ഞാൻ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ എന്നെ തെറി വിളിക്കുകയാണെങ്കിൽ ഇറ്റ് ജസ്റ്റ് മേക്സ് യുവർ പോയിൻറ്റ് വേഴ്സ്. ഓക്കെ, രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗോഡിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷനാണ്. ദ മോസ്റ്റ് ബേസിക് ഡെഫിനിഷൻ ഓഫ് ഗോഡ് ഗോസ് ലൈക്ക് ദിസ്: ക്രിയേറ്റർ ആൻഡ് റൂളർ ഓഫ് ദ യൂണിവേഴ്സ്, സോഴ്സ് ഓഫ് ഓൾ മോറൽ അതോറിറ്റി. അതായത് ഈ യൂണിവേഴ്സ് ഉണ്ടാക്കിയത് ദൈവമാണ്, ഈ ഭൂമിയിൽ ലൈഫ് ഉണ്ടാക്കിയത് ദൈവമാണ്, ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ദൈവമാണ്, വാല്യൂസ് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവത്തിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ദൈവം എല്ലായിടത്തും ഉണ്ട്, നമ്മൾ നല്ലത് ചെയ്താൽ ദൈവം നമുക്ക് നല്ലത് വരുത്തും, നമ്മൾ മോശം ചെയ്താൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. ഇതാണ് ദൈവത്തിൻ്റെ ഒരു ഡെഫിനിഷൻ. ഇത് മനസ്സിൽ വയ്ക്കുക. നമുക്ക് വീഡിയോ തുടങ്ങാം. ദൈവം ഉണ്ടോ? വെൽ, ദാറ്റ് ഡിപ്പെൻസ്. നിങ്ങൾ ഏത് ദൈവത്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജും പ്രോട്ടോണ് പോസിറ്റീവ് ചാർജും എർത്തിലെ ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 മീറ്റർ/സെക്കൻഡ് ആക്കിയ ഒരു തരം കോസ്മിക് മിസ്റ്ററിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതോ ഒരു സ്ത്രീ ബിക്കിനി ഇട്ടാലോ, ടീനേജേഴ്സ് മാസ്റ്റർബേറ്റ് ചെയ്താലോ, രണ്ട് പുരുഷന്മാർ തമ്മിൽ സെക്സിൽ ഏർപ്പെട്ടാലോ ദേഷ്യം വരുന്ന ഒരു ലോ ഗിവറിനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ വിശ്വാസം കുറച്ച് കോംപ്ലക്സ് ആണ്. ഇന്ന് നമ്മളൊരു വിശ്വാസിയോട് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് ബിഗ് ബാങ്ങിനെ പറ്റി, ലൈഫിനെ പറ്റി സംസാരിച്ചുകൊണ്ടായിരിക്കും. പക്ഷേ പെട്ടെന്ന് അയാൾ ദൈവത്തിൻ്റെ റോള് മാറ്റും. അയാൾ പറയും, ബിഗ് ബാങ് തുടങ്ങിയത് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, അത് ദൈവം ചെയ്തതായിരിക്കണം, അതുകൊണ്ട് തന്നെ ദൈവമുണ്ട്, അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പീരീഡ്സ് ഉള്ളപ്പോൾ അമ്പലത്തിൽ കയറാൻ പാടില്ല. ഇതിലെന്തോ പന്തിയേടില്ലേ? ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പീരീഡ്സും ബിഗ് ബാങ്ങും തമ്മിൽ എന്ത് കണക്ഷൻ? എന്തുകൊണ്ടാണ് പ്രോട്ടോണിൻ്റെ മാസ് എക്സാക്ട്ലി 1837 ടൈംസ് ഇലക്ട്രോണിൻ്റെ മാസാക്കിയ ദൈവത്തിന് ഒരു സ്ത്രീ പീരീഡ്സ് ഉള്ളപ്പോൾ അമ്പലത്തിൽ കയറി ഇത്രയും പ്രശ്നം? ദൈവത്തിനെ പറ്റി ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റൊരു കാര്യം അറിഞ്ഞേ തീരൂ. ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവമില്ല എന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. ദൈവത്തിന് എഗൻസ്റ്റുള്ള സിംഗിൾ മോസ്റ്റ് പവർഫുൾ ആർഗ്യുമെൻ്റാണിത്: നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ദൈവമില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അതുകൊണ്ട് നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് 5 മിനിറ്റിൽ ക്വിക്കായിട്ട് പറഞ്ഞുതരാം. അത് ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ എൻ്റെ എവല്യൂഷൻ്റെ വീഡിയോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. നാച്ചുറൽ സെലക്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ സെലക്ഷൻ ഓഫ് ട്രേറ്റ്സ് ദാറ്റ് മേ ഹെൽപ്പ് ഇൻക്രീസ് എ സ്പീഷീസ് സർവൈവൽ ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു റീപ്രൊഡ്യൂസ്. 3 എക്സാമ്പിൾസ് ഉപയോഗിച്ച് ഞാൻ നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് വേഗം പറഞ്ഞുതരാം. ആദ്യത്തേതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെപ്പേർഡ് മോത്ത്സ്. 1700s ഇംഗ്ലണ്ടിൽ 2 തരം മോത്ത്സ് ആയിരുന്നു ഉള്ളത്: ബ്ലാക്ക് പെപ്പേർഡ് മോത്ത്സും വൈറ്റ് പെപ്പേർഡ് മോത്ത്സും. വൈറ്റ് പെപ്പേർഡ് മോത്ത്സ് ആയിരുന്നു പോപ്പുലേഷൻ്റെ 80%, ബ്ലാക്ക് പെപ്പേർഡ് മോത്ത്സ് ആയിരുന്നു മോത്ത് പോപ്പുലേഷൻ്റെ 20%. പക്ഷേ 1800s ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ ഫാക്ടറീസ് സെറ്റപ്പായി. ഈ ഫാക്ടറീസിൽ നിന്ന് ഒരുപാട് പുക വരാൻ തുടങ്ങി. ഈ പുക കാരണം തന്നെ ഫാക്ടറീസിൻ്റെ അടുത്തുള്ള മരങ്ങളുടെ കളറെല്ലാം ചെറുതായി കറുക്കാൻ തുടങ്ങി. പണ്ട് ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് ഈ മരങ്ങൾക്കൊക്കെ ഒരുതരം ക്രീം കളറായിരുന്നു. ഈ ക്രീം കളർ മരങ്ങളിൽ ഈ വെള്ള കളർ മോത്തിരിക്കുമ്പോൾ പ്രെഡറ്റേഴ്സിന് കാണാൻ പറ്റില്ല, അതുകൊണ്ട് അവ രക്ഷപ്പെടും. പക്ഷേ കറുത്ത മോത്ത് പോയി ക്രീം കളർ മരത്തിലിരിക്കുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റും, അതിനെ മറ്റേ പ്രെഡറ്റേഴ്സ് പിടിച്ച് തിന്നുമായിരുന്നു. പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഈ മരങ്ങളൊക്കെ കറുക്കാൻ തുടങ്ങി. മരങ്ങൾ കറുക്കാൻ തുടങ്ങിയപ്പോൾ ഈ വെള്ള കളർ മോത്ത്സ് ഭയങ്കര വിസിബിളായി കറുത്ത മരത്തിലിരിക്കുമ്പോൾ. അതിനെ പ്രെഡറ്റേഴ്സ് പെട്ടെന്ന് പിടിച്ച് തിന്നാൻ തുടങ്ങി.
കറുത്ത മുഖത്ത് പക്ഷേ കറുത്ത മരത്തിലിരിക്കുമ്പോൾ അത്ര വിസിബിൾ അല്ല. അതുകൊണ്ട് അത് സർവൈവ് ചെയ്യാൻ തുടങ്ങി. ഈ സർവൈവ് ചെയ്യാൻ തുടങ്ങിയ ബ്ലാക്ക് പെപ്പേർഡ് മോത്ത്സ് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കാൻ തുടങ്ങി. അവ വീണ്ടും സർവൈവ് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ വൈറ്റ് പെപ്പേർഡ് മോത്ത്സ് മരിക്കാൻ തുടങ്ങി, അധികം കുട്ടികളെ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, വീണ്ടും മരിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് തന്നെ അവരുടെ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് ഡ്രാസ്റ്റിക്കലി മാറി. ബ്ലാക്ക് പെപ്പേർഡ് മോത്ത്സ് 80%, വൈറ്റ് പെപ്പേർഡ് മോത്ത്സ് 20% ആയി. രണ്ടാമത്തെ എക്സാമ്പിളാണ് ജിറാഫിൻ്റേത്. ഒരു പോപ്പുലർ മിസ്കൺസെപ്ഷൻ എന്തെന്ന് വെച്ചാൽ ജിറാഫ്സ് ഫുഡ് കിട്ടാൻ വേണ്ടി കഴുത്ത് നീട്ടിയാണ് അവരുടെ കഴുത്തിൻ്റെ നീളം കൂടിയത്. പക്ഷേ അങ്ങനെയല്ല നാച്ചുറൽ സെലക്ഷൻ വർക്ക് ചെയ്യുന്നത്. സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ജിറാഫിൻ്റെ ആൻസിസ്റ്റേഴ്സ് ആയിരുന്ന ക്രീച്ചേഴ്സ് ഏതോ ഒരു സ്ഥലത്ത് പെട്ടു. ആ സ്ഥലത്ത് പൊക്കമുള്ള ട്രീസ് മാത്രമേ ഉള്ളൂ, അതായത് ലീവ്സ് എല്ലാം വളരെ ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ പൊക്കമില്ലാത്ത ജിറാഫിൻ്റെ ആൻസിസ്റ്റേഴ്സ് എല്ലാം മരിച്ചുപോയി. പൊക്കമുള്ളവർ മാത്രം സർവൈവ് ചെയ്തു. അവർ സർവൈവ് ചെയ്ത് കുട്ടികളുണ്ടാക്കി. അതിലും പൊക്കമുള്ളവർ മാത്രം സർവൈവ് ചെയ്തു, പൊക്കമില്ലാത്തവർ മരിച്ചുപോയി. അവർ വീണ്ടും കുട്ടികളുണ്ടാക്കി. അതിലും പൊക്കമുള്ളവർ മാത്രം സർവൈവ് ചെയ്തു, പൊക്കമില്ലാത്തവർ മരിച്ചുപോയി. അങ്ങനെ പൊക്കമുള്ളത് ജിറാഫിനെ എവല്യൂഷണറിലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രെയ്റ്റായി. അങ്ങനെയാണ് ജിറാഫ്സിന് പൊക്കം കൂടി വന്നത്. മൂന്നാമത്തെ എക്സാമ്പിളാണ് പട്ടികളുടെ. പട്ടികൾ എന്തുകൊണ്ടാണ് ഇത്രയും ക്യൂട്ട്? 1000 വർഷം മുമ്പുള്ള പട്ടികൾ ഇത്രയും ക്യൂട്ടായിരുന്നില്ല. ഇത് നാച്ചുറൽ സെലക്ഷൻ കാരണമാണ്. മനുഷ്യൻ പട്ടികളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മനുഷ്യന് പട്ടികളുടെ ക്യൂട്ട്നെസ് വളരെ ഇഷ്ടമായിരുന്നു. ക്യൂട്ടായിട്ടുള്ള പട്ടികളെ നമ്മൾ അഡോപ്റ്റ് ചെയ്യും, അവ സക്സസ്ഫുള്ളി മീറ്റ് ചെയ്യും, കൂടുതൽ കുട്ടികളുണ്ടാകും. ക്യൂട്ടല്ലാത്ത പട്ടികളെ നമ്മൾ റിജക്റ്റ് ചെയ്യും, അവ മരിച്ചു പോകും. അങ്ങനെ ക്യൂട്ട്നെസ്സും എവല്യൂഷണറി ബെനിഫിഷ്യലായ ഒരു ട്രെയ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ക്യൂട്ട്നെസ്സും പാസ് ഓണായി. അതായത് എന്ത് ക്വാളിറ്റി അല്ലെങ്കിൽ എന്ത് ട്രെയ്റ്റാണ് നമ്മുടെ സ്പീഷീസിനെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അത് എവല്യൂഷണറിലി പാസ് ഡൗൺ ആവും ഓട്ടോമാറ്റിക്കലി. മോത്ത്സിന് അത് അവരുടെ നിറമായിരുന്നു, കറുത്ത നിറമായിരുന്നു അവരെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അത് എവല്യൂഷണറിലി പാസ് ഡൗൺ ആയി. ജിറാഫ്സിന് കഴുത്തിൻ്റെ നീളമായിരുന്നു സക്സസ്ഫുൾ ട്രെയ്റ്റ്, അത് എവല്യൂഷണറിലി പാസ് ഡൗൺ ആയി. പട്ടികൾക്ക് അവരുടെ ക്യൂട്ട്നെസ് ആയിരുന്നു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രെയ്റ്റ്, അതും പാസ് ഡൗൺ ആയി. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ. പക്ഷേ ഇതുപോലത്തെ എക്സ്റ്റേണൽ ട്രെയ്റ്റ്സ് മാത്രമല്ല, നമ്മുടെ ബിഹേവിയറൽ ട്രെയ്റ്റ്സ് നമുക്ക് നാച്ചുറൽ സെലക്ഷൻ വഴി കിട്ടിയതാണ്. നമ്മുടെ ബുദ്ധി, നമ്മുടെ കൈൻഡ്നെസ്, നമ്മുടെ ശക്തി, നമ്മുടെ ദേഷ്യം, നമ്മുടെ ധൈര്യം എല്ലാം നമുക്ക് നാച്ചുറൽ സെലക്ഷൻ വഴി കിട്ടിയതാണ്. മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ റിലേ ചെയ്യുന്ന അവരുടെ ബുദ്ധിയിലാണ്. പണ്ട് തൊട്ടേ ബുദ്ധിയുള്ള മനുഷ്യന്മാർ സർവൈവ് ചെയ്തിരുന്നു, കാട്ടിൽ ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാർ മരിച്ചു പോയിരുന്നു. ഈ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കുണ്ടാകുന്ന കുട്ടികളിലും ബുദ്ധിയുള്ളവർ സക്സസ്ഫുള്ളായി അവരുടെ ജീൻസ് പാസ് ഡൗൺ ചെയ്തു, ബുദ്ധിയില്ലാത്തവർ മരിച്ചുപോയി. അതായത് ഹ്യൂമൻസിന് ഇൻ്റലിജൻസ് എവല്യൂഷണറിലി ബെനിഫിഷ്യലായ ഒരു ട്രെയ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തലമുറ തോറും ഇൻ്റലിജൻസ് കൈമാറി വന്നു. അതുകൊണ്ട് തന്നെയാണ് ഹ്യൂമൻസ് ഇപ്പോൾ ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മൾ ഈ കാണുന്ന ലൈഫ് എങ്ങനെ നാച്ചുറൽ സെലക്ഷൻ വഴി ഉണ്ടായി എന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്ടീരിയ പോലെ. ഈ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് എങ്ങനെ ഉണ്ടായി എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അറിയാമെന്ന് ഞാൻ വെറുതെ ഭാവിക്കുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം എന്തുണ്ടായി എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവ ഭൂമി ഫുൾ സ്പ്രെഡായി. പക്ഷേ ഭൂമിയിൽ ഏതൊക്കെയോ സ്ഥലത്ത് ഏതൊക്കെയോ സന്ദർഭങ്ങളിൽ സിംഗിൾ സെൽഡ് ആവുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആവാൻ തുടങ്ങി. വൈറ്റ് പെപ്പേർഡ് മോത്തിൻ്റെ വൈറ്റ് കളർ പോലെയോ, ജിറാഫിന് പൊക്കമില്ലായ്മ പോലെയോ, അല്ലെങ്കിൽ പട്ടി ക്യൂട്ടല്ലാത്തതുപോലെ അതൊരു ഡിസഡ്വാൻറ്റേജ് ആവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് പതുക്കെ ഇവോൾവ് ചെയ്ത് മൾട്ടി സെൽഡ് ഓർഗാനിസംസ് നമുക്ക് കിട്ടി. എന്നിട്ട് അവിടെ നിന്ന് മൾട്ടി സെൽഡ് ഓർഗാനിസംസ് ഭൂമി ഫുൾ സ്പ്രെഡായി. ഈ മൾട്ടി സെൽഡ് ഓർഗാനിസംസിൽ തന്നെ ചില സ്ഥലത്ത് ചുമ്മാ മൾട്ടി സെൽഡ് ഓർഗാനിസമായ ഒരു ചെറിയ ബീയിങ് ആവുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയി. അതുകൊണ്ട് അവർ കുറച്ചുകൂടെ വലിയ ഓർഗാനിസംസ് ആവാൻ തുടങ്ങി, ജെല്ലി ഫിഷൊക്കെ പോലെ. ചില സ്ഥലങ്ങളിൽ ടെയിലും ഫിൻസും ഉള്ളത് അഡ്വാൻറ്റേജ് ആവാൻ തുടങ്ങി, അവിടെ മീനുണ്ടായി. ചില സ്ഥലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ വെള്ളത്തിൽ നിൽക്കുന്നത് ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ക്രീച്ചേഴ്സ് പതുക്കെ കരയിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. കരയിലെത്തിയപ്പോൾ തന്നെ ചില ക്രീച്ചേഴ്സിന് മുട്ടയിടുന്നത് ഒരു അഡ്വാൻറ്റേജ്, ചില ക്രീച്ചേഴ്സിന് പ്രസവിക്കുന്ന ഒരു അഡ്വാൻറ്റേജ്. ഇങ്ങനെ പ്രസവിക്കുന്ന ക്രീച്ചേഴ്സിൽ നിന്നും നമുക്ക് മാമൽസിനെ കിട്ടി. മാമൽസിൽ തന്നെ ചില ക്രീച്ചേഴ്സിന് അവരുടെ പല്ലും അവരുടെ ക്ലോസും അഡ്വാൻറ്റേജായി, ചില ക്രീച്ചേഴ്സിന് അവരുടെ ശക്തി അഡ്വാൻറ്റേജായി, ചില ക്രീച്ചേഴ്സിന് അവരുടെ മരം കയറുന്ന സ്കിൽസ് അഡ്വാൻറ്റേജായി. മരം കയറുന്ന ഈ ക്രീച്ചേഴ്സിൽ തന്നെ ചില ക്രീച്ചേഴ്സിന് അവരുടെ ക്ലൈംബിംഗ് സ്കിൽസ് അഡ്വാൻറ്റേജായി, ചില ക്രീച്ചേഴ്സിന് അവരുടെ സ്ട്രെങ്ത് അഡ്വാൻറ്റേജായി, ആൻഡ് ചില ക്രീച്ചേഴ്സിന് അവരുടെ ബുദ്ധി അഡ്വാൻറ്റേജായി. ഇങ്ങനെയാണ് സിംഗിൾ സെല്ലിൽ നിന്ന് മനുഷ്യൻ വരെയുള്ള എവല്യൂഷൻ സംഭവിച്ചത്. ആൻഡ് ഇത് പെട്ടെന്ന് നടന്നൊരു പ്രോസസ്സല്ല, കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് നടന്നൊരു പ്രോസസ്സാണ്. ആൻഡ് ഇതൊരു തിയറി അല്ല. നാച്ചുറൽ സെലക്ഷൻ നമുക്ക് ലാബിൽ ഒരു സ്മോൾ സ്കെയിലിൽ ബാക്ടീരിയ ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇത് പ്രൂവൺ ആണ്. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതലും ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നാച്ചുറൽ സെലക്ഷൻ കാരണമാണ് ഈ ബുദ്ധിയും ശക്തിയും എല്ലാം കിട്ടിയത്. പക്ഷേ നാച്ചുറൽ സെലക്ഷൻ കാരണം നമുക്ക് കിട്ടിയ മറ്റൊരു സാധനമുണ്ട്, ഇമോഷൻ. നമ്മുടെ ഭയം, സന്തോഷം, വിഷമം എല്ലാം നമുക്ക് നാച്ചുറൽ സെലക്ഷൻ വഴി കിട്ടിയതാണ്. കാരണം ഇമോഷൻസ് നമ്മളെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്.
ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഒരു സീബ്ര അതിന് പുല്ല് തിന്നപ്പം ഭയങ്കര സന്തോഷം തോന്നി. സന്തോഷം തോന്നിയതുകൊണ്ട് തന്നെ അത് വീണ്ടും പുല്ല് തിന്നാൻ തുടങ്ങി. ഇങ്ങനെ പുല്ല് തിന്നുമ്പോൾ സന്തോഷം കിട്ടുന്നതുകൊണ്ട് തന്നെ അത് വീണ്ടും പുല്ല് തേടി തേടി പോകാൻ തുടങ്ങി. മറ്റൊരു സീബ്രയ്ക്ക് പുല്ല് കണ്ടപ്പോൾ ഒരു തരത്തിലുള്ള സന്തോഷവും തോന്നുന്നില്ല. ഇതിലേത് സീബ്ര സർവൈവ് ചെയ്യും? പുല്ല് കാണുമ്പോൾ സന്തോഷം തോന്നുന്ന സീബ്ര ഡെഫിനറ്റ്ലി കൂടുതൽ പുല്ല് അന്വേഷിച്ച് പോകും. പുല്ല് കാണുമ്പോൾ ഒരു വികാരവും തോന്നാത്ത സീബ്ര അവിടെ കിടന്ന് മരിച്ചു പോകും. ഇതുപോലെ തന്നെയാണ് ഭയവും. ഒരു സിംഹത്തിനെ കാണുമ്പോൾ ഭയം ഓടുന്ന സീബ്ര സർവൈവ് ചെയ്യും. സിംഹത്തിനെ കാണുമ്പോൾ ഭയം തോന്നാത്ത സീബ്ര അവിടെ നിന്ന് സിംഹത്തിൻ്റെ കടി കൊണ്ട് മരിച്ചു പോകും. ഇതുപോലെയാണ് നമുക്ക് എല്ലാ ഇമോഷൻസും കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ നാച്ചുറൽ സെലക്ഷൻ കാരണം കിട്ടിയ ഫിസിക്കൽ ട്രേറ്റ്സും ഇമോഷൻസും ഒക്കെ ഒരു സ്പീഷീസിനെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നാച്ചുറൽ സെലക്ഷൻ നല്ലതാണ് ഒരു സ്പീഷീസിൻ്റെ സർവൈവലിന്. പക്ഷേ ഇതേ നാച്ചുറൽ സെലക്ഷൻ കാരണമാണ് ഇന്ന് ഭൂമിയിൽ ഒട്ടുമിക്ക ആനിമൽസ് സഫർ ചെയ്യുന്നത്. 10,000 വർഷങ്ങളെടുത്ത് ഇവോൾവ് ചെയ്ത ഈ ഇമോഷൻസ് ഒന്നും അത്ര പെട്ടെന്ന് പോകില്ല. ഇതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് എവല്യൂഷണറിലി കിട്ടിയ ഇമോഷൻസ് ഇപ്പോഴും ഒരു പശുവിനും പന്നിക്കും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്ന അതേ സന്തോഷവും വിഷമവും ഭയവും ഒരു പശുവിനും പന്നിക്കും ഒക്കെ തോന്നും. ഇൻഫാക്റ്റ് എല്ലാ മാമൽസും തമ്മിലുള്ള ഒരു കോമൺ റിലേഷനാണ് അമ്മയും മകളും തമ്മിലുള്ള സ്നേഹം. ഇൻഫാക്റ്റ് മാമൽ എന്ന വാക്ക് വരുന്നത് തന്നെ മാമ എന്ന വാക്കിൽ നിന്നാണ്. അത് വരുന്നത് മദർ, ബ്രസ്റ്റ് എന്നുള്ള വാക്കുകളിലൊക്കെ നിന്നാണ്. അമ്മയും മക്കളും തമ്മിലുള്ള ഈ സ്നേഹവും നാച്ചുറൽ സെലക്ഷൻ വഴി കിട്ടിയതാണ്. ഒരമ്മ മക്കളെ സ്നേഹിച്ചാൽ, മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്താൽ ആ മക്കൾ സർവൈവ് ചെയ്യും, അവരുടെ ജീൻസ് പാസ് ഡൗൺ ചെയ്യും. പക്ഷേ അമ്മ മക്കളെ സ്നേഹിച്ചില്ലെങ്കിലോ ആ മക്കൾ മരിച്ചു പോകും, അവരുടെ ജീൻസ് പാസ് ഡൗൺ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം എവല്യൂഷണറി ബെനിഫിഷ്യൽ ആയിരുന്നു. അതുകൊണ്ട് പാസ് ഡൗൺ ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യനെ പോലെ തന്നെ എല്ലാ മാമൽസിനും അവരുടെ മക്കളോട് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ ആനിമൽസിൻ്റെ വികാരം ഒരു രീതിയിലും മാനിക്കാറില്ല. നമ്മൾ അവരുടെ കുട്ടികളെ അവരുടെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോകും, അവരെ ചെറിയ കൂടുകളിൽ പൂട്ടിയിടും, അവരെ പേടിപ്പിക്കും, അവരെ ഉപദ്രവിക്കും, ഒന്നിനെ മറ്റൊന്നിൻ്റെ മുമ്പിൽ വെച്ച് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ കൊല്ലുകയും ചെയ്യും. പക്ഷെ നമുക്കിതിനെ വേണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത് ചുമ്മാ ചെയ്യുന്നൊന്നുമല്ലല്ലോ, അവർക്ക് ഫുഡും വാട്ടറും കൊടുത്തിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഞാനൊരു എക്സാമ്പിൾ തരാം. കാട്ടുപന്നി, സാധാരണ പന്നി. കാട്ടുപന്നികൾക്ക് ഫുഡിനും വാട്ടറിനും വേണ്ടി ഒരുപാട് സ്ഥലത്ത് അലങ്ങി നടക്കേണ്ടി വരും, ഒരുപാട് എൻവയോൺമെൻറ്റ്സ് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. ആൻഡ് ഇതിൻ്റെ എല്ലാ അവസാനം ഒരു ദിവസം ഒരു സിംഹത്തിൻ്റെയോ കടുവയുടെ വായിൽ ചെന്ന് പെടുകയും ചെയ്യും. സാധാരണ പന്നികളോ മനുഷ്യൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഫുഡും വാട്ടറും കഴിച്ച് ജീവിക്കുന്നു. ഒരു ദിവസം മനുഷ്യൻ്റെ കൈ കൊണ്ട് മരിക്കുന്നു. സിംഹത്തിൻ്റെ കടി കൊണ്ട് മരിച്ചാലും മനുഷ്യൻ്റെ കൈ കൊണ്ട് മരിച്ചാലും എന്താ വ്യത്യാസമല്ലേ? വെൽ, എങ്ങനെ മരിക്കുന്നു എന്നതിലല്ല കാര്യം, എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് കാര്യം. കാട്ടുപന്നികൾക്ക് ഫുഡ് അന്വേഷിച്ച് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും, ഒരുപാട് എൻവയോൺമെൻറ്റ് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. ആൻഡ് ഇത് അവർക്ക് സക്സസ്ഫുള്ളി ചെയ്യണമെങ്കിൽ അവർ മറ്റ് കാട്ടുപന്നികളുമായി നല്ല സോഷ്യൽ ബോണ്ട്സ് ഉണ്ടാക്കുകയും വേണം. ഈ എവല്യൂഷണറി പ്രഷറെല്ലാം കാരണം തന്നെ കാട്ടുപന്നികൾ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്രീച്ചേഴ്സാണ്. അതുപോലെ തന്നെ അവർ ഒരുപാട് ബോണ്ട് ഉണ്ടാക്കുന്ന സോഷ്യൽ ക്രീച്ചേഴ്സുമാണ്, ഒരുപാട് ക്യൂറിയസ് ക്രീച്ചേഴ്സുമാണ്. ഇതേ ജനറ്റിക്സാണ് നമ്മുടെ നാട്ടിലെ പന്നികൾക്കും കിട്ടിയിരിക്കുന്നത്. കാട്ടുപന്നികളെ പോലെ തന്നെ നമ്മുടെ പന്നികളും ഹൈലി ഇൻ്റലിജൻ്റാണ്, ഹൈലി ക്യൂറിയസ് ആണ്, ഹൈലി ഫ്രണ്ട്ലിയാണ്, ഹൈലി സോഷ്യലാണ്. അവർ ഒരുപാട് തരം സ്മെൽസും സൗണ്ട്സും ഇട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ സ്റ്റാൻലി ക്യൂട്ടിസ് ഇൻഫാക്റ്റ് 2 പന്നികളെ ജോയ്സ്റ്റിക്ക് ഇട്ട് ഗെയിം കളിക്കാൻ വരെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. പക്ഷേ ഇന്ന് പന്നികളുടെ അവസ്ഥ അതല്ല, അവർ ഗെയിംസ് കളിക്കുകയല്ല. മിക്ക ഫാക്ടറി ഫാംസിലും പന്നികൾ 2 മീറ്റർ ലെങ്ത്തും 60 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ജസ്റ്റേഷൻ ക്രേറ്റ്സിലാണ് അവരുടെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കുന്നത്. ഈ കൂടുകളിൽ അവറ്റകൾക്ക് തിരിയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. ആൺപന്നികളുടെ ടെസ്റ്റിക്കിൾസ് ചെറുപ്രായത്തിൽ തന്നെ അനസ്തേഷ്യ പോലും ഇല്ലാതെ മുറിച്ചു മാറ്റും. പെൺപന്നികളെ വജൈനയിൽ സിറിഞ്ചിട്ട് കുത്തി ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്യും. ഗർഭിണിയാകുമ്പോൾ അവരെ ഇത്രയും കൂടെ വലിയൊരു കൂട്ടിലേക്ക് മാറ്റും. അവർ പ്രസവിച്ച് ഏകദേശം 3-4 ദിവസം കഴിയുമ്പോൾ അവരുടെ മക്കളെ അവരുടെ അടുത്തുനിന്ന് പിടിച്ച് മാറ്റും. എന്നിട്ട് അവരെ വീണ്ടും ഗർഭിണിയാക്കും ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്ത്. ഒരു പെൺപന്നി ഇതേ സൈക്കിളിലൂടെ ഏകദേശം 10 തവണ പോകും. 10 തവണ ഇവർ ആ പന്നിയെ കൊണ്ട് പ്രസവിപ്പിക്കും. ആൻഡ് പിന്നെ പ്രസവിക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ അതിനെ ആ ജസ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ആ കൂട്ടിൽ നിന്ന് പുറത്തിറക്കും. അന്ന് അതിനെ ബാക്കി പന്നികളുടെ മുമ്പിൽ വെച്ച് അറക്കും. നോർമലി ഒരു ജന്തുവും ഇതുപോലത്തെ ടോർച്ചർ സർവൈവ് ചെയ്യേണ്ടതല്ല, ഷോക്കും ട്രോമയും കാരണം മരിക്കേണ്ടതാണ്. പക്ഷെ മനുഷ്യന് മരണം തടയാൻ കഴിയും. മനുഷ്യന് മരുന്നുകളുണ്ട്. മരുന്നുകൾ ഉപയോഗിച്ച് മനുഷ്യൻ ഉറപ്പ് വരുത്തും ആ ജന്തു മരിക്കില്ല എന്നുള്ളത്. അതിൻ്റെ ജീവിതകാലം മുഴുവൻ അത് ആ കൂട്ടിൽ ജീവിച്ചു തീർക്കുമെന്ന് മനുഷ്യൻ ഉറപ്പ് വരുത്തും. അതിനെ പാലിന് വേണ്ടി, മീറ്റിന് വേണ്ടി മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മനുഷ്യൻ ആ ജന്തുവിനെ കൊല്ലൂ. ഞാൻ പറയുന്നത് ആനിമൽസിന് മനുഷ്യന്മാരുടെ അതേ റൈറ്റ്സ് കൊടുക്കണമെന്നൊന്നുമല്ല, പക്ഷേ അതും ഒരു ജീവനാണ്. അത് നമ്മൾ പലപ്പോഴും മറക്കുന്നു.
പക്ഷേ നമ്മുടെ ദൈവത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ദൈവത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലാണ് ശ്രദ്ധ. ഏത് സ്ത്രീയാണ് ബിക്കിനി ഇട്ടത്, ഏത് സ്ത്രീയാണ് പീരിയഡ്സ് ഉള്ളപ്പോൾ അമ്പലത്തിൽ കയറിയത്, ആരാണ് ഡിവോഴ്സ് ചെയ്തത്, ആരാണ് കള്ളു കുടിച്ചത്, ഇതൊക്കെയാണ് നമ്മുടെ ദൈവത്തിന് അറിയേണ്ടത്. ദൈവം ഇൻഫാക്റ്റ് ആനിമൽസിനെ കൊല്ലുന്നത് പ്രൊമോട്ട് ചെയ്യുന്നു. പല മതങ്ങളിലും അവരുടെ റിലീജിയസ് ഫെസ്റ്റിവൽസ് ഇൻവോൾവ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഹാർവെസ്റ്റ്, ക്രോപ്സിൻ്റെ ഹാർവെസ്റ്റ്, അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. ആൻഡ് രണ്ടാമത് ആനിമൽ സ്ലോട്ടർ, ആനിമൽ സാക്രിഫൈസ്. ദൈവം ഇതൊക്കെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. റീസെൻറ്റ് സ്റ്റഡീസ് അനുസരിച്ച് ഒട്ടുമിക്ക മതങ്ങളും ഉണ്ടായത് അഗ്രികൾച്ചറൽ റെവല്യൂഷൻ്റെ സമയത്താണ്. അതായത് ഏകദേശം ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആദ്യമായി ക്രോപ്സ് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്, ആനിമൽസിനെ എങ്ങനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ചത് അഗ്രികൾച്ചറൽ റെവല്യൂഷൻ്റെ സമയത്താണ്. ഈ സമയത്താണ് മിക്ക മതങ്ങളും ഉണ്ടായെന്ന് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചറൽ റെവല്യൂഷൻ്റെ സമയം ഇന്നത്തെ പോലല്ല. അന്നത്തെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഫാമേഴ്സ്. കാരണം അഗ്രികൾച്ചറൽ റെവല്യൂഷൻ നടക്കുകയാണല്ലോ. ഫാർമേഴ്സിന് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമായിരുന്നു. ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ആനിമൽസിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യണം. പക്ഷേ ആനിമൽസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് നാട്ടുകാർ ചോദ്യം ചെയ്യാൻ പാടില്ല. അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ? ഇതെല്ലാം ദൈവം പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് പറയണം. റിലീജിയനിൽ മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് ഉണ്ട് ഇതിനെപ്പറ്റി. ക്രിസ്ത്യാനിറ്റിയിൽ ദൈവം പറഞ്ഞിട്ടുള്ളത് എല്ലാ ആനിമൽസിൻ്റെ മുകളിൽ കൺട്രോൾ മനുഷ്യനുണ്ടെന്നും ദൈവം മനുഷ്യനെ ആനിമൽസിനെ നോക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു എന്നുമാണ്. ഇതിലെന്തോ ഒരു പ്രശ്നമില്ലേ? എന്തിനാണ് ദൈവം ആനിമൽസ് നോക്കാനുള്ള ചുമതല മനുഷ്യനെ ഏൽപ്പിക്കുന്നത്? ജൂഡായിസത്തിലെ മെജോറിറ്റി ഫെസ്റ്റിവൽസും ആനിമൽ സാക്രിഫൈസ് ഇൻവോൾവ് ചെയ്യുന്നതായിരുന്നു. ഇസ്ലാമിലെ മെജോറിറ്റി ഫെസ്റ്റിവൽസിനും സ്ലോട്ടർ ഇൻവോൾവ് ആയിരുന്നു. ജീസസ് ഒരു ഷെപ്പേർഡായിരുന്നു. എന്തൊക്കെ അഗ്രികൾച്ചറൽ റെഫറൻസസ് ആണുള്ളത്? ഹിന്ദുയിസത്തിലെ പല ഫെസ്റ്റിവൽസിനും ക്രോപ്സ് മുറിക്കുന്നതായിരുന്നു. അത് ആനിമൽസുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ പോലും അതും അഗ്രികൾച്ചറിനെയാണ് കാണിക്കുന്നത്. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ്റെ സമയത്തുണ്ടായിരുന്ന മനുഷ്യരാണ് റിലീജിയനും റിലീജിയസ് ബുക്സും ഇന്നത്തെ ദൈവത്തിനെ എല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇന്നത്തെ ദൈവത്തിൻ്റെ ശരിതെറ്റുകൾ ഇത്രയും പഴഞ്ചനായിരിക്കുന്നത്. കാരണം അത് അഗ്രികൾച്ചറൽ റെവല്യൂഷൻ്റെ സമയത്തുള്ള മനുഷ്യൻ്റെ ശരിതെറ്റുകളാണ്. ഇപ്പോഴും വിശ്വാസം വരുന്നില്ല. ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. നിങ്ങളൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പോവുകയാണെങ്കിൽ അവരുടെ ദൈവത്തിൻ്റെ ശരിതെറ്റുകൾ ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. അവിടെ നിങ്ങൾ ഒരു പരസ്ത്രീ ബന്ധത്തിൽ ഏർപ്പെട്ടാലോ പരപുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടാലോ അവർക്കതൊരു പ്രശ്നമേ അല്ല. അല്ലെങ്കിൽ ഒരു കപ്പിൾ ഡിവോഴ്സ് ചെയ്താൽ അവർക്കതൊരു പ്രശ്നമേ അല്ല. ഒരാൾ ഇത്തിരി മദ്യപിച്ചാൽ അത് അവർക്കൊരു പ്രശ്നമേ അല്ല. അവരുടെ ദൈവത്തിനും അത് പ്രശ്നമല്ല. പക്ഷേ ഒരു മൃഗത്തിനോട് മോശമായി പെരുമാറിയാൽ, നമ്മൾ പെരുമാറുന്ന പോലെ പെരുമാറിയാൽ, അല്ലെങ്കിൽ നേച്ചറിനെ നെഗ്ലക്റ്റ് ചെയ്താൽ അവരുടെ ദൈവം കോപിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. കാരണം അവരുടെ ദൈവം ഉണ്ടായത് അവരുടെ വാല്യൂസിൽ നിന്നാണ്. നമ്മളൊരു മൃഗത്തിനോട് മോശമായി പെരുമാറുന്ന പോലെ അവർ പെരുമാറിയാൽ അവരുടെ കാട് വേഗം നശിക്കുമെന്ന് അവർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അതുകൊണ്ട് മൃഗങ്ങളോട് നന്നായി പെരുമാറുക എന്നുള്ളത് അവരുടെ ഒരു കോർ വാല്യൂ ആണ്. ഈ വാല്യൂ അവരുടെ ദൈവത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മുടെ ദൈവത്തിന് നമ്മുടെ വാല്യൂസ്, അവരുടെ ദൈവത്തിന് അവരുടെ വാല്യൂസ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശരിയും തെറ്റും അല്ല നമ്മുടെ ശരിയും തെറ്റും. നമ്മുടെ സമൂഹം പണ്ട് സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ശരിയും തെറ്റുമാണ് ദൈവത്തിൻ്റെ ശരിയും തെറ്റും. സോറി, ഞാനൊരു റാൻറ്റിലേക്ക് പോയി. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്കൊരൊറ്റ കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അഗ്രികൾച്ചറൽ റെവല്യൂഷൻ്റെ സമയത്തെ മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടി അന്ധവിശ്വാസങ്ങളാൽ ഉണ്ടാക്കിയ ഒരു എൻറ്റിറ്റിയാണ് ദൈവം. അന്നത്തെ മനുഷ്യൻ്റെ മുഷിഞ്ഞ ചിന്താഗതിയിലുണ്ടായ ശരിയും തെറ്റുമാണ് ഇന്നും ദൈവത്തിൻ്റെ ശരിയും തെറ്റും. പഴയ മനുഷ്യനുണ്ടാക്കിയ ഒരു കോൺസെപ്റ്റാണ് ദൈവം. ദൈവമില്ല. പക്ഷേ ദൈവം ഇല്ല എന്ന് എനിക്ക് എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റും? സയൻസിന് ഇന്നും അറിഞ്ഞൂടാത്ത കുറേ കാര്യങ്ങളല്ലേ. ബിഗ് ബാങ്ങിലേക്ക് ലീഡ് ചെയ്ത ഇവൻറ്റ്സ് എന്താണെന്ന് സയൻസിന് അറിഞ്ഞൂടാ. ആദ്യത്തെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു സയൻസിന് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിലൊക്കെ ക്ലിയർലി ദൈവത്തിനൊരു പങ്കുണ്ടായിരിക്കണമല്ലോ. സയൻസിന് പണ്ടും കുറേ കാര്യങ്ങൾ അറിഞ്ഞൂടായിരുന്നു. 500 വർഷം മുമ്പ് മനുഷ്യന്മാർക്ക് ലൈറ്റ്നിങ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞൂടായിരുന്നു. ഒരു വഴിക്കാനോ എങ്ങനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു. എന്തിന് അസുഖങ്ങൾ എന്തുകൊണ്ടാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടായിരുന്നു. അവർക്ക് ബാക്ടീരിയനോ വൈറസിനെയോ പറ്റി ഒരു ധാരണയില്ലായിരുന്നു. അന്നൊരു പാൻഡമിക് വന്നാൽ ആൾക്കാർ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. ലൈറ്റ്നിങ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും വഴിക്കാനും എന്തുകൊണ്ട് ഇറപ്റ്റ് ചെയ്യുന്നതെന്നും പാൻഡമിക്സ് എന്തുകൊണ്ട് സ്പ്രെഡ് ചെയ്യുന്നതെന്നും മനുഷ്യന് നല്ല വൃത്തിയായിട്ട് അറിയാം. ഇത്തവണ കൊറോണ വന്നപ്പോഴും നമ്മൾ വാക്സിൻസ് ഉപയോഗിച്ചു, ഐസൊലേഷൻ പ്രാക്ടീസ് ചെയ്തു, ഓക്സിമീറ്റേഴ്സ് ഉപയോഗിച്ചു. ഇതെല്ലാമാണ് കൊറോണ കാരണമുള്ള ഡെത്ത്സ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. വാക്സിൻസ് ആണ് നമ്മളെ കൊറോണയിൽ നിന്ന് രക്ഷിച്ചത്, ദൈവമല്ല. അപ്പം ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ സയൻസിന് പണ്ടും കുറേ ചോദ്യങ്ങളുടെ ഉത്തരം അറിയില്ലായിരുന്നു. അത് സയൻസ് ഇന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ സയൻസിന് ഇന്ന് അറിഞ്ഞൂടാത്ത ഉത്തരങ്ങൾ സയൻസ് തന്നെ ഫ്യൂച്ചറിൽ കണ്ടുപിടിച്ചോളും. അതിൻ്റെ ഉത്തരം ദൈവമല്ല. പക്ഷേ നമ്മുടെ ചുറ്റും ഒന്ന് നോക്ക്. നേച്ചർ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. നമുക്ക് കയ്യ്, കാല്, കണ്ണ്, പക്ഷികൾക്ക് ചിറകുകൾ, ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു കോംപ്ലക്സ് ആയ ഒരു ദൈവം ഉണ്ടായല്ലേ പറ്റൂ. ഇതായിരുന്നു പ്രശസ്തനായ ഫിലോസഫറായ വില്യം പേലിയുടെ ആർഗ്യുമെൻറ്റ്.
അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് ഇതായിരുന്നു. നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ബീച്ചിൽ കൂടെ നടക്കുകയാണെന്ന് അസ്യൂം ചെയ്യുക. ബീച്ചിൽ വെച്ച് നമുക്കൊരു വാച്ച് കളഞ്ഞ് കിട്ടി. ആ വാച്ച് കാണുമ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? അതൊരു വാച്ച് മേക്കർ ഉണ്ടാക്കിയതാണെന്നാണോ അതോ വാച്ച് തനിയെ അസംബിൾ ചെയ്തു എന്നാണോ? ഇതൊരു സ്ട്രോങ് ആർഗ്യുമെൻ്റ് ആണ്. അദ്ദേഹം പറഞ്ഞ കോംപ്ലക്സ് ആയ എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിലും കോംപ്ലക്സ് ആയ ഒരു ക്രിയേറ്റർ വേണമെന്നാണ്. പക്ഷേ ഇത് തെറ്റാണ്. ഇത് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് നാച്ചുറൽ സെലക്ഷൻ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. നമ്മുടെ ഈ കണ്ണും മൂക്കും ചെവിയും ഒന്നും ഒരു ദിവസം പൊട്ടി മുളച്ചതല്ല, ഒരു ക്രിയേറ്ററിൽ നിന്ന് ഉണ്ടാക്കി പടച്ചു വിട്ടതല്ല ഒരു ദിവസം കൊണ്ട്. ഇത് കോടിക്കണക്കിന് വർഷങ്ങളുടെ എവല്യൂഷൻ കാരണം ഉണ്ടായതാണ്. നമ്മുടെ ഈ കണ്ണ് തന്നെ അടക്കുക 10,000 കണക്കിന് മുമ്പുള്ള മനുഷ്യൻ ഇത്രയും നല്ല കണ്ണില്ലായിരുന്നു. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരിൽ നല്ല കാഴ്ചയുള്ളവർ, നല്ല കണ്ണുള്ളവർ സർവൈവ് ചെയ്യും, നല്ല കാഴ്ച നല്ല കണ്ണില്ലാത്തവർ മരിച്ചു പോകും. അവർക്കുണ്ടാകുന്ന മക്കളിലും നല്ല കാഴ്ചയുള്ളവർ സർവൈവ് ചെയ്യും. അങ്ങനെ നല്ല കാഴ്ച എവല്യൂഷണറലി ബെനിഫിഷ്യൽ ആയൊരു ട്രേറ്റായി അങ്ങനെ പാസ്ഡ് ഡൗൺ ചെയ്താണ് ഇപ്പം നമുക്ക് ഇത്രയും നല്ല കാഴ്ചയുള്ള കണ്ണുകൾ കിട്ടിയത്. ഇതാരും ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കില്ല. ഇതുപോലെ തന്നെയാണ് ബേർഡ്സിൻ്റെ ചിറകുകളും മറ്റ് പല ക്രീച്ചേഴ്സിൻ്റെ പല ഫീച്ചേഴ്സും ഒന്നും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, കോടിക്കണക്കിന് വർഷങ്ങളുടെ എവല്യൂഷൻ കൊണ്ടുണ്ടായതാണ്. പക്ഷേ പോട്ടെ, നമ്മൾ നാച്ചുറൽ സെലക്ഷനിൽ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ വിചാരിക്കുക. എന്നാൽ തന്നെ വേറൊരു പ്രശ്നമില്ലേ? വില്യം ബെയ്ലിയുടെ ആർഗ്യുമെൻ്റ് അനുസരിച്ച് കോംപ്ലക്സ് ആയ ഒരു സാധനം ഉണ്ടാക്കാൻ കോംപ്ലക്സ് ആയ ഒരു ക്രിയേറ്റർ വേണം. അപ്പോൾ ഈ കോംപ്ലക്സ് ആയ ക്രിയേറ്ററിനെ ആരുണ്ടാക്കി? കോംപ്ലക്സ് ആയ നമ്മളെ ഉണ്ടാക്കണമെങ്കിൽ കോംപ്ലക്സ് ആയ ദൈവം വേണമെങ്കിൽ കോംപ്ലക്സ് ആയ ദൈവത്തിന് ഉണ്ടാക്കാൻ അപ്പോൾ മറ്റൊരു കോംപ്ലക്സ് ആയ ദൈവം വേണം. ആ കോംപ്ലക്സ് ആയ ദൈവത്തിന് ഉണ്ടാക്കാൻ മറ്റൊരു കോംപ്ലക്സ് ദൈവം വേണം. ആ കോംപ്ലക്സ് ആയ ദൈവത്തിന് ഉണ്ടാക്കാൻ മറ്റൊരു കോംപ്ലക്സ് ദൈവം വേണം. അങ്ങനെ ഒരു ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് കോംപ്ലക്സ് ദൈവങ്ങളെ കിട്ടും. ഇതിൽ ഏത് ദൈവമാണ് നിങ്ങളുടെ ദൈവം? ഏത് ദൈവത്തിനാണ് നിങ്ങൾ വർഷിപ്പ് ചെയ്യുന്നത്? ഇതിനെ നമ്മൾ സ്പെഷ്യൽ പ്ലീഡിങ് ഫാലസി എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കുറേ റൂൾസ് അങ്ങ് തരും. പക്ഷെ നമ്മൾ പറയുന്ന ഉത്തരത്തിന് ഈ റൂൾസ് ഒന്നും ബാധകമല്ല. മനുഷ്യനും മൃഗങ്ങളും ചെടികളും എല്ലാം കോംപ്ലക്സായ സാധനങ്ങളെ ഉണ്ടാക്കാൻ കോംപ്ലക്സായ ദൈവം വേണം. അതാണ് നമ്മൾ ഉണ്ടാക്കിയ റൂള്. പക്ഷെ നമ്മുടെ സൊല്യൂഷൻ കോംപ്ലക്സായ ദൈവം വേണം എന്ന സാധനത്തിന് ആ റൂൾസ് ആപ്ലിക്കബിൾ അല്ല. ദൈവം ചുമ്മാ ഒരു ദിവസം അങ്ങ് പൊട്ടിമുളച്ചുണ്ടായി. പക്ഷേ നമ്മളെല്ലാം ദൈവം ഉണ്ടാക്കി. അത് ശരിയല്ലല്ലോ. അതിൽ ലോജിക്കലായി തന്നെ പ്രശ്നങ്ങളില്ലേ? ദൈവമില്ല എന്നൊക്കെ ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രൂഫ് കാണിക്കണ്ടേ ദൈവമില്ല എന്ന്? ദ തിങ് ഈസ്, ഒരു സാധനം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു സാധനം ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു പരിധി വരെ പറ്റും. സൂര്യനുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് സൂര്യനെ ചൂണ്ടി കാണിച്ചിട്ട് പറയാം സൂര്യനുണ്ട്. പക്ഷെ പ്രേതം ഇല്ല എന്നോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കൊരു നമ്പർ ഓഫ് സയൻറ്റിഫിക് ഫാക്ട്സ് കൊണ്ട് പ്ലേസ് ചെയ്യാനേ പറ്റൂ. അതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരാളോട് പട്ടിക്ക് ആത്മാവുണ്ടെന്ന് ചോദിച്ചാൽ അയാൾ പറയും പട്ടിയിൽ ആത്മാവുണ്ടെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പട്ടിക്ക് ആത്മാവില്ല. മനുഷ്യൻ ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാൽ അതേ ആൾ പറയും മനുഷ്യൻ ആത്മാവില്ല എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് മനുഷ്യൻ്റെ ആത്മാവ് ഉണ്ടാവാം. ഇതേ ആർഗ്യുമെൻ്റ് വെച്ച് എനിക്ക് പറയാം ഈ യൂണിവേഴ്സ് ഫുൾ റൺ ചെയ്യുന്ന വീനസ് ഇരിക്കുന്നതിൻ്റെ അമ്മാവനാണെന്ന്. തെളിയിക്ക്. വീനസ് ഇരിക്കുന്നതിൻ്റെ അമ്മാവനല്ലേ യൂണിവേഴ്സ് കൺട്രോൾ ചെയ്യുന്നതെന്ന് തെളിയിക്ക്. എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഓഫ് സയൻറ്റിഫിക് ഫാക്ട്സ് കൊണ്ടുവരാം. വീനസിൽ ഓക്സിജൻ ഇല്ല, ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, വീനസിലെ ടെമ്പറേച്ചർ മരിച്ചു പോകും. പക്ഷേ ഞാൻ പറയുകയാണ് ഇതൊന്നും എൻ്റെ അമ്മാവനെ സംഭവിക്കില്ല, അമ്മാവൻ വീനസിലുണ്ട്. ഇനി ഇത് ഡിസ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീനസ് മുഴുവൻ അരിച്ച് പറക്കേണ്ടി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയാണ് സൺ ഓടുന്നത് ഞാൻ പണ്ട് ഫിറ്റ് ചെയ്ത ബാറ്ററിയിലാണെന്ന്. അപ്പം നിങ്ങൾക്കൊരു നമ്പർ ഓഫ് സയൻറ്റിഫിക് ഫാക്ട്സ് പ്ലേസ് ചെയ്യാം. സണ്ണിൻ്റെ ടെമ്പറേച്ചർ ബാറ്ററി അലിഞ്ഞു പോകും, സൺ ഓടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല, സൺ ഓടുന്നത് ഞാൻ ഫിറ്റ് ചെയ്ത ബാറ്ററിയിലാണ്. ഇനി ഇത് ഡിസ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സണ്ണിനകത്ത് പോയി നോക്കേണ്ടി വരും ഞാൻ ഫിറ്റ് ചെയ്ത ബാറ്ററി അവിടെ ഉണ്ടോയെന്ന്. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു സാധനം ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്കൊരു പരിധി വരെ പറ്റും, അതിൽ കൂടുതൽ സാധിക്കില്ല. പക്ഷെ ദൈവം ഇല്ലയെന്ന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമല്ലോ. കണ്ടില്ല ആകാശത്തിൽ അയ്യപ്പൻ്റെ പടം, മണ്ണിൽ ജീസസിൻ്റെ പടം. ഇതൊക്കെ ജസ്റ്റ് പാറ്റേൺസ് ആണ്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ പാറ്റേൺ കണ്ടുപിടിക്കാൻ ഭയങ്കര എക്വിപ്ഡാണ്. പണ്ട് തൊട്ടേ എവല്യൂഷണറിലി നമ്മൾ പുല്ലിൻ്റെ ഇടയിൽ ഒരു ഫിഗർ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നതാണ് നമുക്ക് എവല്യൂഷണറിലി നല്ലത്? പുല്ലിൻ്റെ ഇടയിൽ കാണുന്ന ആ ജന്തു ടൈഗറാണെന്ന് അസ്യൂം ചെയ്യുന്നതാണോ അതോ ജസ്റ്റ് പുല്ലാണെന്ന് അസ്യൂം ചെയ്യുന്നതാണോ നല്ലത്? ടൈഗറാണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓടും. ടൈഗർ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ രക്ഷപ്പെടും. ടൈഗർ അല്ലെന്ന് അസ്യൂം ചെയ്തിട്ട് അത് ടൈഗർ ആണെങ്കിൽ നമ്മൾ മരിച്ചു. അതുകൊണ്ട് പാറ്റേൺ കാണാൻ നമ്മുടെ ബ്രെയിൻ ഭയങ്കര എഫിഷ്യൻ്റാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ABC ആണ്. ഇനി നിങ്ങൾ ഇതേ സാധനത്തിൻ്റെ മുകളിൽ ഒരു 12ഉം 14ഉം ഇട്ടാൽ ഇത് 12, 13, 14 നിങ്ങളുടെ ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്ത പാറ്റേൺ മാറി. അതായത് ഞാൻ പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പാറ്റേൺ ഡിറ്റക്ട് ചെയ്യാൻ ഭയങ്കര എക്വിപ്ഡാണ്. ഈ പാറ്റേണിലൊന്നും ഒരർത്ഥവുമില്ല. പക്ഷേ ചുമ്മാ പാറ്റേൺസ് ഒന്നുമല്ല, എൻ്റെ ലൈഫിൽ കുറേ മിറക്കിൾസ് സംഭവിച്ചിട്ടുണ്ട്.
ഇങ്ങനെ കുറേ പേര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മൂമ്മേനെ ഞാൻ സ്വപ്നം കണ്ട അടുത്ത ദിവസം രാവിലെ എൻ്റെ അമ്മൂമ്മ എന്നെ ഫോൺ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ എൻ്റെ കളഞ്ഞു പോയ മാല കണ്ടു കിട്ടി. ഇതൊക്കെ കോയിൻസിഡൻസസ് ആണ്. ആൻഡ് കോയിൻസിഡൻസസ് അത്ര റെയർ ഒന്നുമല്ല. മാത്തമാറ്റീഷ്യൻ ജെ ലിറ്റിൽവുഡ് പറഞ്ഞ അനുസരിച്ച് ദർസ് എ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഓഫ് 1 in a million പ്രോബബിലിറ്റി ഹാപ്പനിങ് ടു അസ് എവറി മന്ത്. അതായത് എല്ലാ മാസവും ഒരു 1 in a million പ്രോബബിലിറ്റി ഉള്ള സാധനം നമുക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറ് പോലും ഇല്ല. നമ്മുടെ ലൈഫിൽ ഒരുപാട് കോയിൻസിഡൻസസ് സംഭവിക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളത് മിറക്കിളായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട്, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ബ്ലാക്ക് ഷർട്ടാണ്. എനിക്ക് 20 കളർ ഷർട്ട് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. അതിൽ ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പം ബ്ലാക്ക് ഷർട്ടായിരിക്കും ഇട്ടേക്കുന്നത്. നിങ്ങൾക്കും 20 കളർ ഷർട്ട് ഉണ്ടെന്ന് വിചാരിക്കാം, അതിൽ നിങ്ങൾ ബ്ലാക്ക് ഷർട്ട് ഇട്ടു. ഞാൻ ബ്ലാക്ക് ഷർട്ട് ഇടാനുള്ള പ്രോബിലിറ്റി 1/20, നിങ്ങളും ബ്ലാക്ക് ഷർട്ട് ഇടാനുള്ള പ്രോബിലിറ്റി 1/20. രണ്ടുപേരും ബ്ലാക്ക് ഷർട്ട് ഇടാനുള്ള പ്രോബിലിറ്റി 1/20 × 1/20 വിൽ ബിക്കം 1/400. അതൊരു ഭയങ്കര റയർ ഇവൻ്റാണ്. പക്ഷേ ആര് ശ്രദ്ധിക്കുന്നു? നിങ്ങൾ ബ്ലാക്ക് ഷർട്ട്, ഞാൻ ബ്ലാക്ക് ഷർട്ടാണ് ഇട്ടേക്കുന്നതെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മളത് ഇഗ്നോർ ചെയ്യുന്നു. നമ്മളത് എപ്പോൾ ശ്രദ്ധിക്കുന്നു അവിടെ നമുക്കതൊരു മിറക്കിളാവുന്നു. അതുകൊണ്ട് മിറക്കിൾസ് അത്ര റയറായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ എന്തോ ആവട്ടെ, ദൈവം ഉണ്ടാവട്ടെ, ദൈവം ഇല്ലാതിരിക്കട്ടെ, പക്ഷേ ഇപ്പോഴും നല്ലത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് തന്നെയാണ്. ഇതായിരുന്നു ബ്ലേസ് പാസ്കലിൻ്റെ ആർഗ്യുമെൻറ്റ്. അദ്ദേഹം 4 സിറ്റുവേഷൻസ് പറഞ്ഞു. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആൻഡ് ദൈവം ശരിക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ദൈവം ആക്ച്വലി ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല ആൻഡ് ദൈവം ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല ആൻഡ് ദൈവം ആക്ച്വലി ഉണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോവും. ആർഗ്യുമെൻറ്റ് കൊള്ളാം. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭയത്തിൽ നിന്നാണ് ദൈവത്തിനെ വിശ്വസിക്കേണ്ടതെന്നാണ്. ഭയത്തിൽ നിന്നാണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ വിശ്വസിക്കാം. പേടിച്ചിട്ട് എനിക്കാണെങ്കിൽ പ്രേതത്തിനെയും ഭൂതത്തിനെയും എല്ലാം വിശ്വസിക്കാം. അവരെ പേടിച്ചില്ലെങ്കിൽ അവരെന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു, എന്നെ ഉപദ്രവിക്കുന്നതൊക്കെ എനിക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. ഭയന്നിട്ടാണെങ്കിൽ കിം ജോങ് ഉൻ നോർത്ത് കൊറിയയിലെ ആൾക്കാരെ പേടിപ്പിച്ചിട്ട് വിശ്വസിപ്പിക്കുന്ന എല്ലാം സത്യമാണെന്ന് നമുക്കങ്ങ് അസ്യൂം ചെയ്യാം. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നതിൽ എന്താണ് പോയിന്റ്? ഭയത്തിൽ നിന്ന് നേടുന്ന വിശ്വാസം ഒരു വിശ്വാസമല്ല. ഇന്ന് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആൾക്കാരുടെ എണ്ണം പതുക്കെ കുറഞ്ഞു വരികയാണ്. വളർന്നു വരുന്ന തലമുറയ്ക്ക് കൂടുതലും ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയമാണ്. ഇതിനെ നമ്മൾ ആഗ്നോസ്റ്റിസിസം എന്നാണ് വിളിക്കുന്നത്. ആഗ്നോസ്റ്റിക് എന്ന വാക്ക് ഗ്രീക്കിൽ നിന്നാണ് വരുന്നത്. അതിന് ട്രാൻസ്ലേറ്റ്സ് ടു വിത്തൗട്ട് നോളജ്. അതായത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് നോളജ് ഇല്ല. ദൈവം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ദൈവം ഇല്ലായിരിക്കാം, ഒരു കൺഫ്യൂഷനാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് 3 കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടാക്കാം. ആദ്യത്തേതാണ് തീസ്റ്റ്, ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആൾ. രണ്ടാമതാണ് ആഗ്നോസ്റ്റിക്, ദൈവം ഉണ്ടാവാം ദൈവം ഇല്ലാതിരിക്കാം, ഒരു ഡൗട്ടുള്ള ആൾ. മൂന്നാമത്തേതാണ് എത്തീസ്റ്റ്, ദൈവം ഇല്ല എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ആൾ. പക്ഷേ ഈ ക്ലാസിഫിക്കേഷൻ ശരിയല്ല. ശരിക്കും 4 ക്ലാസിഫിക്കേഷനാണുള്ളത്. ആദ്യത്തേതാണ് നോസ്റ്റിക് തീസ്റ്റ്, അതായത് ദൈവം ഉണ്ടെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതാണ് ആഗ്നോസ്റ്റിക് തീസ്റ്റ്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അയാൾ കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. മൂന്നാമത്തേതാണ് ആഗ്നോസ്റ്റിക് ഏത്തീസ്റ്റ്, ദൈവത്തിൽ അയാൾ വിശ്വസിക്കുന്നില്ല, പക്ഷേ ദൈവം ഉണ്ടോ ദൈവം ഇല്ലയോ എന്ന് അയാൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആൻഡ് നാലാമത്തെ കാറ്റഗറിയാണ് നോസ്റ്റിക് ഏത്തീസ്റ്റ്, അയാൾക്ക് ദൈവം ഇല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അയാൾ ദൈവത്തിൽ വിശ്വസിക്കില്ല. പക്ഷേ ഇപ്പം നമുക്ക് പുതിയൊരു തരം ആളെ കാണാൻ സാധിക്കും. അയാൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യാൻ കുറച്ച് മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾ ഭയങ്കര വേഗായ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയും, ഒരു ഫോം ഓഫ് പാൻതീസം അഡോപ്റ്റ് ചെയ്യും. അയാൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വാക്കുകളെ ദൈവം എന്ന് വിളിക്കും. അയാൾ പറയും ഗോഡ് ഇസ് ലവ്, ഗോഡ് ഇസ് എനർജി, ഗോഡ് ഇസ് പോസിറ്റിവിറ്റി. ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ വാക്കുകൾക്കൊക്കെ ഓൾറെഡി വേറൊരു അർത്ഥമുണ്ട്. എനർജി എന്താണെന്ന് ഫിസിക്സിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻഡ് ആണ്. എനർജി ഇസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഞാൻ എനർജി യൂട്ടിലൈസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഒരു ആപ്പിൾ മോളിൽ താഴ്ത്ത് വീഴുകയാണെങ്കിൽ ആപ്പിളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആവുകയാണ്. എനർജി ഇസ് ജസ്റ്റ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. എനർജിയെ നമ്മൾ ദൈവം എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ എനർജി ദൈവത്തിനെ പോലെ തിങ്ക് ചെയ്യും, എനർജി ദൈവത്തിനെ പോലെ സ്പീക്ക് ചെയ്യും. എനർജിക്ക് ശരിയും തെറ്റുമുണ്ട്, എനർജിക്ക് ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്, എനർജി ആരും തോപ്പിക്കാൻ പറ്റില്ല. ഇതൊന്നും എനർജിക്ക് കഴിയില്ല. എനർജി ഇസ് ജസ്റ്റ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. അതുപോലെ തന്നെ ലവ് ആണെങ്കിലും പോസിറ്റിവിറ്റി ആണെങ്കിലും ഇതിനെല്ലാം വേറൊരു ക്ലിയർലി ഡിഫൈൻഡ് അർത്ഥമുണ്ട്. ഇതൊന്നും ദൈവമല്ല. പ്രശസ്തനായ എവല്യൂഷണറി ബയോളജിസ്റ്റും എയ്ത്തീസ്റ്റുമായ സർ റിച്ചർഡ് ഡോക്കിൻസ് പറഞ്ഞ പോലെ പാൻതീസം ഇസ് ജസ്റ്റ് സെക്സ്റ്റ് ഓഫ് എയ്ത്തീസം. ഈ അറിവെല്ലാം എനിക്ക് കിട്ടിയത് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നാണ്. പക്ഷേ ഈ വീഡിയോൻ്റെ മെജോറിറ്റി ഞാൻ സംസാരിച്ചിരിക്കുന്നത് 4 ബുക്കുകളിൽ നിന്നാണ്. ആദ്യത്തെ 3 ബുക്സാണ് യുവൽ നോവ ഹറാരിയുടെ സാപ്പിയൻസും ഡ്യൂസും 21 ലെസൺസ് ഫോർ ദ 21st സെഞ്ച്വറി. ആൻഡ് 4ാമത്തെ ബുക്കാണ് വൈ ദെയർ ഇസ് നോ ഗോഡ് ബൈ അർമൻ നവാബി.
പക്ഷേ ദൈവം ഇല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെ ഫങ്ഷൻ ചെയ്യും? ആൾക്കാർ നന്മ ചെയ്യണമെങ്കിൽ ദൈവവിശ്വാസം വേണ്ടേ? ആൾക്കാർ തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവഭയം വേണ്ടേ? ഇതൊരു പഴയ ചിന്താഗതിയാണ്. മൊറാലിറ്റിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ആനിമൽസ് എന്തിന് നന്മ ചെയ്യുന്നു? ആനിമൽ കിങ്ഡത്തിൽ നമുക്ക് നന്മയുടെ ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. ഇനി ഇവർക്കൊരു രീതിയിലുള്ള ദൈവവിശ്വാസമില്ല, എന്നിട്ട് ഇവർ എന്തിനീ നന്മകൾ ചെയ്യുന്നു? അല്ലെങ്കിൽ തന്നെ ഏത്തീസ് എന്തിന് നന്മകൾ ചെയ്യുന്നു? അവർക്ക് ദൈവത്തിൽ ഒരു വിശ്വാസമില്ലല്ലോ. പക്ഷേ എന്നാലും അവരുടെ മൊറാലിറ്റിക്ക് ഒരു പോറലും ഇല്ല. അവരും ബാക്കിയുള്ളവരെ പോലെ തന്നെ സൊസൈറ്റിയിൽ ജീവിച്ചു പോകുന്നു. അതിൻ്റെ അർത്ഥം മൊറാലിറ്റിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ റിലീജിയനിലും റിലീജിയസ് ബുക്സിലും എന്ത് മൊറാലിറ്റിയാണുള്ളത്? ബൈബിളിലും ഖുറാനിലും ഗീതയിലും ഒക്കെ പറയുന്ന നന്മകൾ ശരിക്കും നന്മകളാണോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. യുദ്ധത്തിനെയും സ്ലേവറിയെയും ഭാര്യമാരെ അടക്കി നിർത്തേണ്ടതിനൊക്കെ പറ്റിയുള്ള പല കോട്ട്സും നമുക്ക് ഈ ബുക്സിൽ കാണാൻ സാധിക്കും. പല തിന്മകളെ ഈ ബുക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ കോട്ട്സ് നമ്മൾ എടുത്ത് കാണിച്ചാൽ ഒരു വിശ്വാസി പറയും അതിന് ആ കോട്ട് ചുമ്മാ എടുത്ത് അങ്ങനെ പറയരുത്, അതിന് മുമ്പുള്ളത് എന്താണെന്ന് അറിയണം, അതിന് പിന്നിലുള്ളത് എന്താണെന്ന് അറിയണം, മുഴുവൻ കോണ്ടെക്സ്റ്റ് മനസ്സിലായതിന് ശേഷം ആ കോട്ട് വായിക്കാവുന്നു. ശരി, പക്ഷേ ഈ ബുക്സിലെ നന്മ, നല്ല കോട്ട്സ്, സ്നേഹത്തിനെ പറ്റിയുള്ള കോട്ട്സ് പറയുമ്പം ആരും അതിലെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞില്ല. അതിൻ്റെ മുമ്പ് എന്താണെന്ന് ചോദിക്കുന്നില്ല, അതിൻ്റെ പിമ്പ് എന്താണെന്ന് ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. അപ്പം നല്ലത് പറയുമ്പോൾ കോട്ട്സ് മാത്രമായിട്ട് എടുത്ത് എല്ലാവരെയും കാണിച്ചു കൊടുക്കുക. പക്ഷേ എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ മുഴുവൻ കോണ്ടെക്സ്റ്റ് അറിയണം. അത് ശരിയല്ലല്ലോ. ഞാൻ ഏത്തീസത്തിനെ പറ്റി പല ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് എപ്പോഴും ചർച്ച തീരുമ്പോൾ അവരെൻ്റെ അടുത്ത് പറയുന്നത്, ഇപ്പം നീ ദൈവത്തിൽ വിശ്വസിക്കില്ല, പക്ഷേ ജീവിതത്തിൽ നീ ഭയന്നിരിക്കുന്ന ഒരു സമയം വരും, അന്ന് നീ ദൈവത്തിൽ വിശ്വസിച്ചോളൂ. അല്ലെങ്കിലും ദാറ്റ്സ് ഹൗ ദ പോപ്പുലർ സേയിങ് ഗോസ്, ആൻ ഏത്തീസ്റ്റ് ഓൺലി അണ്ടിൽ ദ പ്ലെയിൻ സ്റ്റാർട്ട്സ് ടു ഫാൾ. അതായത് മനുഷ്യൻ ഏറ്റവും ഭയന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ അയാൾ ദൈവത്തിൽ വിശ്വസിച്ചോളൂ എന്നാണ്. ശരിയായിരിക്കാം, ദൈവത്തിൽ വിശ്വസിക്കുമായിരിക്കാം. പക്ഷേ ആ വിശ്വാസത്തിൽ എന്തർത്ഥമാണുള്ളത്? ഒരു മനുഷ്യൻ ഭയന്നിരിക്കുമ്പോഴാണ് അയാൾക്ക് ഏറ്റവും ഇറാഷണലായിട്ടുള്ള ബിലീഫ്സ് ഉണ്ടാകുന്നത്. ഒരു ഇറാഷണൽ ബിലീഫ്, ആസ് ദ വേർഡ് ഗോസ്, ഇറാഷണലാണ്. അതിൽ യുക്തിയില്ല. അതുകൊണ്ട് തന്നെ അതൊരു സത്യമല്ല, അത് വെറും വിശ്വാസമാണ്. ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ, മനുഷ്യനെല്ലാം അറിയാമെന്ന് ഞാൻ പറയുന്നില്ല, സയൻസിനെല്ലാം അറിയാമെന്ന് ഞാൻ പറയുന്നില്ല. സയൻസിന് അറിഞ്ഞുകൂടാത്ത പല കോംപ്ലക്സ് ചോദ്യങ്ങളുമുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാ ഉത്തരവും അതുപോലെ കോംപ്ലക്സ് ആയിരിക്കും. 5000-6000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനുണ്ടാക്കിയ ഒരു സിമ്പിൾ ആൻസർ, ദൈവം, ആയിരിക്കില്ല ഈ കോംപ്ലക്സ് ചോദ്യങ്ങളുടെ ഉത്തരം. ഏലിയൻ പ്ലാനറ്റ്സ് ഉണ്ടാവാം, ഹയർ ഡയമെൻഷൻസ് ഉണ്ടാവാം, ഇവിടെയൊക്കെ നമ്മളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ക്രീച്ചേഴ്സും ഉണ്ടാവാം. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇവ നിങ്ങളുടെ തോട്ട്സോ നിങ്ങളുടെ ബിലീഫ്സോ നിങ്ങളുടെ മോറൽസോ വാല്യൂസോ ഒന്നും ഷെയർ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഇവരെ ആൻസർ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ നന്മയും തിന്മയായിരിക്കില്ല ഇവരുടെ നന്മയും തിന്മയും. നിങ്ങളുടെ ശരികൾക്ക് ഇവർ നിങ്ങളെ റിവാർഡ് ചെയ്യാനും പോകുന്നില്ല, നിങ്ങളുടെ തെറ്റുകൾക്ക് ഇവർ നിങ്ങളെ ശിക്ഷിക്കാനും പോകുന്നില്ല. കാരണം ഇതെല്ലാം വളരെ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ബിലീഫ്സാണ്. ടു തിങ്ക് ദാറ്റ് എ ഹയർ ക്രീച്ചർ ഇസ് ഗോയിങ് ടു ഷെയർ യുവർ സെയിം തോട്ട് പ്രോസസ് ഇസ് അബ്സേർഡ്. വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് 2 കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏത്തീസത്തിന് അഗൻസ്റ്റുള്ള സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെൻറ്റ്സ്. ഒന്ന്, ഞാൻ കേട്ടിട്ടുള്ളത് പ്രാർത്ഥന ആൾക്കാർക്കൊരു സുഖവും സന്തോഷവും തരുന്നു എന്നുള്ളതാണ്. ശരിയാണ്. പ്രയർ ഇസ് കംഫർട്ടിങ്, പ്രയർ ഇസ് ലിബറേറ്റിംഗ്. നമ്മുടെ വിഷമങ്ങൾ ആരെങ്കിലും കേൾക്കുന്നു എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. നോ, പ്രയർ ആക്ച്വലി വർക്ക് ചെയ്യുമെങ്കിൽ ഇതൊരു നല്ല കാര്യമാണ്. പക്ഷേ പ്രയർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതൊന്നെങ്കിൽ ഒരു ഇല്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു പ്ലസീബോ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയറിന് 2 ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ആദ്യത്തെ എന്തെന്ന് വെച്ചാൽ, ലൈഫിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ പ്രയർ ഉപയോഗിക്കും. അതായത് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ ആക്ഷന് പകരം പ്രയറിലേക്ക് തിരിയും. അമേരിക്കയിൽ തന്നെ 1975-ൻ്റെയും 1995-ൻ്റെ ഇടയിൽ 140 കുട്ടികളാണ് മരിച്ചത്. ഇവർ മരിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇവരുടെ അച്ഛനും അമ്മമാർ ഇവർക്ക് അസുഖം വന്നപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, പക്ഷേ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ഇവർ ഡയറക്റ്റ് ആക്ഷന് പകരം പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്തെന്ന് വെച്ചാൽ, ഇഫ് യു ഡു നോട്ട് റിസീവ് ദ ബെനിഫിറ്റ്സ് ഓഫ് പ്രയർ യു വിൽ ബിലീവ് ദാറ്റ് യു ആർ അൺവർത്തി. അതായത് പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ അവസ്ഥയിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും നിങ്ങളുടെ ഈ മോശം അവസ്ഥ നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നു എന്ന്. ഞാൻ ഇനി പറയാൻ പോകുന്നത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. 4 വർഷം മുമ്പ് ഞാനൊരു സൈക്കോളജിക്കൽ ഡിസോർഡറായിട്ട് ഡയഗ്നോസ് ആയി. ആദ്യമായിട്ട് നമ്മളൊരു സൈക്കോളജിക്കൽ ഡിസോർഡറായിട്ട് ഡയഗ്നോസ് ആകുമ്പോൾ നമ്മൾ വല്ലാതെ പേടിക്കും. ഞാൻ ആ സമയത്തൊരു ദൈവവിശ്വാസിയായിരുന്നു. ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി എന്തെന്ന് വെച്ചാൽ, ഞാൻ ജീവിതത്തിൽ എന്തൊക്കെയോ മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ദൈവം എനിക്കന്ന് ശിക്ഷയാണ് ഈ സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന്. രണ്ടാമത് ഞാൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ അവസ്ഥ മെച്ചപ്പെടാത്തപ്പോൾ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ ഞാൻ വേർത്തിയല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സൈക്കോളജിക്കൽ ഡിസോർഡറിൽ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന്. ആൻഡ് മൂന്നാമത്തെ എന്തെന്ന് വെച്ചാൽ, ഞാൻ തെറപ്പിയോ അല്ലെങ്കിൽ മെഡിക്കേഷനോ സ്വീകരിക്കുന്നതിനോ പകരം ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നു എന്തൊക്കെയോ മാറ്റം ദൈവം കൊണ്ടുവരുമെന്ന്. ഈ സൈക്കോളജിക്കൽ ഡിസോർഡർ കാരണം ഞാൻ കുറച്ച് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഓവർ ദ ഇയേഴ്സ് എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു വന്നു.
ഞാൻ സയൻസിലേക്ക് തിരിയാൻ തുടങ്ങി. മെൻ്റൽ ഹെൽത്ത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ തുടങ്ങി. എൻ്റെ സൈക്കോളജിക്കൽ ഡിസോർഡർ എനിക്ക് എന്തുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അതെങ്ങനെ റെഗുലേറ്റ് ചെയ്യാമെന്ന് കൺട്രോൾ ചെയ്യാമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ തെറപ്പി സീക്കാൻ തുടങ്ങി. ആൻഡ് ഇതിനൊക്കെ ശേഷം എൻ്റെ ലൈഫ് മച്ച് ബെറ്ററായി. അതായത് ദൈവവിശ്വാസവും പ്രാർത്ഥനയൊക്കെ എന്നെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ എന്ന് സയൻസിലേക്ക് തിരിഞ്ഞു അന്ന് എൻ്റെ ലൈഫ് ബെറ്ററായി. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് എയ്ത്തിസത്തിന് അഗൻസ്റ്റുള്ള സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെൻറ്റ്. ഞാൻ എയ്ത്തിസം സംസാരിക്കുമ്പോൾ ആൾക്കാർ എന്നോട് പറയുന്നത് ഇതാണ്: ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവണമെങ്കിൽ, ജീവിതത്തിന് എന്തെങ്കിലും ഒരു ഹയർ പർപ്പസ് വേണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന്. മരണത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകുന്നത് മരിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് ഓർക്കുന്നത് കൊണ്ടാണെന്ന്. കാൾ സേഗൻ ഒരു ഫേമസ് ആസ്ട്രോണമർ, സയൻസ് പോപ്പുലറൈസറും എയ്ത്തീസ്റ്റുമായിരുന്നു. അദ്ദേഹം മരിച്ചതിന് 7 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വൈഫ് ആൻ ഡ്രൂയാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരി ബ്യൂട്ടിഫുള്ളായ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. When my husband died, because he was so famous and known for not being a believer, many people would come up to me and ask me if Carl changed at the end and converted to a belief in an afterlife. They also frequently ask me if I think I'll ever see him again. Carl faced his death with unflagging courage and never sought refuge in illusions. The tragedy was that we knew we would never see each other again. I don't ever expect to be reunited with Carl. But the great thing is that when we were together for nearly 20 years, we lived with a vivid appreciation of how brief and precious life is. We never trivialized the meaning of death by pretending it was anything other than a final parting. Every single moment that we were alive and we were together was miraculous in the sense of inexplicable or supernatural. The way he treated me and the way I treated him, the way we took care of each other and our families, that is so much more important than the idea that I will ever see him someday. I don't think I'll ever see Carl again, but I saw him. We saw each other. We found each other in the cosmos, and that was wonderful. അതായത് മരണം ഒരു അവസാനമാണെന്ന് വിശ്വസിച്ചത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടായിരുന്നതാണ്. ജീവിതത്തിന് അർത്ഥം ഉണ്ടാവാൻ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. മരണത്തിന് അർത്ഥം ഉണ്ടാവാൻ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. ജീവിതത്തിൽ കംഫർട്ട് നേടാൻ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. ഇനി അതല്ല, ജീവിതത്തിന് അർത്ഥവും കംഫർട്ടും ഉണ്ടാവാൻ ഒരു ഇല്ലാത്ത ദൈവത്തിൽ വിശ്വസിച്ചേ പറ്റുമെന്നാണെങ്കിൽ എനിക്കിത്രേ പറയാനുള്ളൂ. ആൻഡ് അൺകംഫർട്ടബിൾ ട്രൂത്ത് ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ എ കംഫർട്ടിംഗ് ലൈഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.